ചീരകൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ് ഗുരുവായൂർ സ്വദേശി സുജാത സുകുമാരൻ. ചീരയിൽ നിന്ന് കണ്ടെത്തിയ ശീതളപാനീയം വിജയകരമായതിനെ തുടർന്ന് കാലിത്തീറ്റയും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സുജാത. വർഷത്തോളമായി ജൈവ കൃഷിയിലൂടെ ശ്രദ്ധേയായ സുജാത 3 വർഷം മുൻപാണ് ശീതളപാനീയ ഉൽപാദന രംഗത്തേക്ക് കടന്നത്. വിറ്റാമിനുകളുടെ കലവറയായ ചീരയുടെ ഗുണം കുട്ടികളിൽ എത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പുതിയ രീതി പരീക്ഷിച്ചത്. ചീര കഴുകിയെടുത്ത് അരിയുമ്പോഴുണ്ടാകുന്ന രക്തവർണ്ണ പാനീയം ശേഖരിച്ച് അല്പം തേനും ചേർത്ത് കുട്ടികൾക്ക് നൽകിയതോടെ സംഭവം ക്ലിക്കായി. പിന്നെ വീട്ടിൽ വിരുന്നെത്തുന്നവർക്കും ഇത് നൽകി തുടങ്ങി. ഇഞ്ചിയും ചെറുനാരങ്ങയും മധുരവും കൂട്ടി സംഭവം കളറാക്കി. ഇത് കുടിച്ച കൃഷിഭവൻ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിപണിയിലിറക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ നഗരസഭയുടെ ആഴ്ചച്ചന്തയിലും വിവിധ പ്രദർശനമേളകളിലും സുജാതയുടെ ശീതളപാനീയം ഹിറ്റാണ്. കുട്ടികൾ ചീര കഴിക്കാതെ വന്നപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള വളാത്താങ്കര ചീരയുടെ ഔഷധ ഗുണം അവർക്ക് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഈ ചീര സ്കാഷ് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചീര കൃഷിയിലെ സ്കാഷ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ആരും അതിന് പ്രാധാന്യം തന്നിരുന്നില്ല. പിന്നെ സ്റ്റാളുകൾ വഴിയാണ് കൂടുതൽ ചെന്നപ്പോഴാണ് അതിന് പ്രാധാന്യം നൽകിയത്. പിന്നെ ഞങ്ങൾ കൃഷികളുടെ മീറ്റിംഗ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ അവർക്ക് ചീര സ്കാഷ് കൊടുത്തപ്പോൾ അവർക്കൊക്കെ അത് നല്ല അഭിപ്രായം വന്നപ്പോൾ കൃഷി ഓഫീസർ അത് ആഴ്ചച്ചന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിക്കൂടെ എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം തോന്നി. ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി വിൽപ്പന തുടങ്ങി. പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷൻ വഴി ഞങ്ങൾക്ക് നഗരച്ചന്ത എന്നിട്ട് അവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ കൃഷിഭവനിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും എല്ലാ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക പിന്തുണയോടെ വിപണി വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. ഇതിനായി മെഷീനറികൾ വാങ്ങിക്കണം. പാനീയം തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ചീരയുടെ അവശിഷ്ടം കന്നുകാലികൾക്ക് നൽകാനാണ് പതിവ്. അങ്ങനെയെങ്കിൽ ഇത് കാലിത്തീറ്റ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നും കണ്ടെത്തി. മെഷീനറികൾ ഉപയോഗിച്ച് ചീരച്ചണ്ടി പെല്ലറ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണിവർ. കാർഷിക രംഗത്ത് ഇവരുടെ പരീക്ഷണങ്ങൾക്ക് കട്ട സപ്പോർട്ടായി കൃഷിവകുപ്പും നഗരസഭയും കുടുംബശ്രീയും കൂടെയുണ്ട്. പാട്ടത്തിനെടുത്ത 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 10 ഇനത്തിലധികം ചീരകളാണ് സുജാത കൃഷി ചെയ്യുന്നത്. അതിൽ കൂടുതലും ശീതളപാനീയത്തിനുള്ള വ്ളാളത്താങ്കര ചീരയാണ്. പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാറാണ് നിർവഹിച്ചത്. ശീതളപാനീയ പദ്ധതി കൂടുതൽ വികസിപ്പിച്ചതോടെ കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും ആവശ്യക്കാർ എത്തുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.